ischemic stroke, heart failure, MI, cardiac death, both sexes, all ages, even at low doses. തീർന്നില്ല. Upper GI bleeding at 30 days with diclofenac was similar to that of naproxen but considerably higher than for no NSAID, paracetamol, ibuprofen. അതുകൊണ്ട് ഈ ഒരു സ്റ്റഡിയുടെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. സി NSAIDs ആർ ഗുഡ് ഫോർ ഇൻഫ്ലമേഷൻ അല്ലേ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എല്ലാം കൊള്ളാം. കൺസിഡറിങ് ദി കാർഡിയോവാസ്കുലർ ആൻഡ് GI റിസ്ക് ഹവർ ദർ ഈസ് ലിറ്റിലിൻ്റെ അർത്ഥം എന്താണ്? ചിരി എന്നല്ല, നോ ജസ്റ്റിഫിക്കേഷൻ ടു ഇനിഷ്യേറ്റ് ഡൈക്ലോഫെനാക് ട്രീറ്റ്മെൻറ്റ് ബിഫോർ ട്രഡീഷണൽ NSAID. അപ്പോൾ ഒരു ചോദ്യം, ഒരാൾ റീനൽ കോളിക്കായിട്ട് കാഷ്വാലിറ്റി വരുന്നു, കൊടുക്കാമോ? ഒരു പ്രോബ്ലം ഇല്ല, കൊടുക്കാം. പക്ഷേ ലോങ് ടേം ഇൻടേക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. കാരണം ബ്രൂഫൻ ഇഞ്ചെക്റ്റബിൾ അവൈലബിൾ അല്ല അല്ലേ, കിട്രലാക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത്. ആൻഡ് ഡൈക്ലോഫെനാക് ഈസ് ഗുഡ് ഫോർ റീനൽ കോളിക്, കൊടുക്കുന്നേ കുഴപ്പമില്ല, അതൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റും പാടില്ലെന്നേ ഉള്ളൂ. ആൻഡ് ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദ പ്രോബ്ലം ഓഫ് ഡൈക്ലോഫെനാക്. വെദർ ഇറ്റ് ഈസ് എറ്റോർഷൈൻ ഓർ വെദർ ഇറ്റ് ഈസ് യുവർ ബ്രൂഫൻ ഡൈക്ലോഫെനാക്, റീനൽ പ്രോബ്ലം സെയിം തന്നെയാണ്. ഇനി വീക്ക് ഓപ്പിയോയിഡ്സ് എത്ര സമയമുണ്ട്? ഒരു ഇനി ട്രമഡോളാണ് കോമൺലി യൂസ്ഡ് ഡ്രഗ് അല്ലേ. ദർ ആർ സർട്ടൻ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് അബൌട്ട് ട്രമഡോൾ. ഓപ്പിയോയിഡ് ആക്ഷൻ, ഇറ്റ് ഹാസ് ഗോട്ട് സീറോട്ടോണിനർജിക് ആക്ഷൻ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ സീറോട്ടോണിനർജിക് ആക്ഷൻ? റിമെമ്പർ അവർ ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസ് ആർ ഇൻക്രീസിങ് ദി നോറഡ്രിനാലിൻ ആൻഡ് സീറോട്ടോണിൻ ഇൻ യുവർ നെർവ് ടെർമിനൽസ്. അങ്ങനെയാണ് ന്യൂറോപ്പതിക് എഫക്റ്റ് വരുന്നത്. സോ ട്രമഡോൾ ഈസ് ആൻ ഓപ്പിയോയിഡ് വിച്ച് ഹാസ് ഗോട്ട് ന്യൂറോപ്പതിക് ഇഫക്റ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഓവർ അതർ ഓപ്പിയോയിഡ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഓൾ ഓഫ് യു ആർ വറീഡ് അബൌട്ട് വോമിറ്റിംഗ് അല്ലേ. വട്ട് ഈസ് യുവർ ആൻറ്റിഎമെറ്റിക് ഓഫ് ചോയ്സ് വെൻ യു ഗീവ് ട്രമഡോൾ? ഏതാ? എമിസെറ്റ് അല്ലേ. പക്ഷേ എമിസെറ്റ് എവിടെ ആക്ട് ചെയ്യുന്നത്? എമിസെറ്റ് ഇൻഹിബിറ്റ് സീറോട്ടോണിൻ. അപ്പോൾ ഇഫ് യു ഗീവ് എമിസെറ്റ് നിങ്ങൾക്ക് സീറോട്ടോണിക് ആക്ഷൻ കിട്ടില്ല. സോ ബെറ്റർ ഗോ ഫോർ മെട്രോക്ലോപ്രമൈഡ്. പക്ഷേ ഇപ്പം വാർഡുകളൊന്നും ഇല്ല കേട്ടോ, ഇഞ്ചക്ഷനും ഇല്ല, ടാബ്ലറ്റും ഇല്ല. മെട്രോക്ലോപ്രമൈഡ് ഈസ് ചീപ്പ് ഓൾസോ. ഇനി എപ്പിലെപ്സി, റിമെമ്പർ തുടങ്ങുന്നതിന് മുമ്പ് ഓൾവേസ് ആസ്ക് അബൌട്ട് ഹിസ്റ്ററി ഓഫ് സീഷേഴ്സ്. ട്രമഡോൾ ക്യാൻ റെഡ്യൂസ് ദി സീഷർ ത്രെഷോൾഡ്. ദിസ് ഈസ് ഓൾസോ an interesting thing. You gave 100 milligram IV 6th hourly, patient has pain relief up to let us say 6. You can increase pain relief by just converting the route from parenteral to oral. You know the mechanism? In the liver it is metabolized to nortremodol, which is more potent than, more analgesic than your parenteral. അപ്പോൾ if you give oral it is better than parenteral. പേഷ്യൻ്റ് ടോളറേറ്റ് ചെയ്യുമെങ്കിൽ. റിമെമ്പർ ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. ഇനി ഓപ്പിയോയിഡ്സ് എടുക്കുമ്പോൾ അല്ലേ, സായിപ്പിന് ഇത്രയും ഓപ്പിയോയിഡ്സ് അവൈലബിൾ ആണ് അവരുടെ കൺട്രിയിൽ. ആൻഡ് ബുപ്രനോഫിൻ നമ്മൾ വട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബുപ്രനോഫിൻ? ഇസ് ഇറ്റ് എ ഗുഡ് ഡ്രഗ്? ബുപ്രനോഫിൻ ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബുപ്രനോഫിൻ ഇറ്റ് ഈസ് എ ഗുഡ് ഡ്രഗ് ഫോർ പോസ്റ്റ് ഓഫ് പെയിൻ. ഒരു റിസോൾവിങ് പെയിനിന് ബുപ്രനോഫിൻ നല്ലതാണ്. പക്ഷേ പ്രോബ്ലം എന്തെന്നറിയോ, ഈ ബുപ്രനോഫിൻ എന്ന പാർഷ്യൽ അഗോണിസ്റ്റാണ്. സോ ഓൺസ് യു ഗീവ് ബുപ്രനോഫിൻ ആൻഡ് പെയിൻ ഈസ് നോട്ട് റിലീവ്ഡ്, പിന്നെ മോർഫിൻ ഇഫക്റ്റീവ് ആവില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ബുപ്രനോഫിൻ ഓൺലി ഇറ്റ് ഈസ് റിസർവ്ഡ് ഓൺലി ഫോർ അക്യൂട്ട് പെയിൻസ്. പിന്നെ വരുന്നതാണ് ഇത്രയും ഡ്രഗ്സ്. അതിൽ യു ആർ ഫെമിലിയർ വിത്ത് മോർഫിൻ IV ബട്ട് വെരി മച്ച് അഫ്രൈഡ് ഓഫ് ഇറ്റ്. ഫെൻഡാനിൽ IV നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബേൺസ് ICUയിൽ കൊലീഗ്സ് അപ്പോൾ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെ ഉപയോഗിക്കണം. അവർ ബേൺ ഡ്രസ്സിങ്ങിന് അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബുപ്രോൺ IV അക്യൂട്ട് പെയിന് കൊള്ളാം, പക്ഷേ ക്രോണിക് പെയിന് കൊള്ളത്തില്ല, ബിക്കോസ് ഓഫ് ദി റീസൺ ഐ മെൻഷൻഡ്. കാരണം മോർഫിൻ പ്യൂർ അഗണിസ്റ്റാണ്, ഫെൻഡാനിൽ പ്യൂർ അഗണിസ്റ്റാണ്, ഇത് പാർഷ്യൽ അഗണിസ്റ്റാണ്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾ ഒരാൾക്ക് ബുപ്രോഫിൻ കൊടുത്തു, വേരിയിങ് പെയിൻ ഉള്ള ഒരാൾക്ക് കൊടുത്തു, എന്ത് പറ്റും? അവൻ ഭയങ്കര പൊട്ടൻറ്റുമാണ്. ഹി വിൽ ഒക്കുപ്പൈ ദി റിസപ്റ്റർ. പേഷ്യൻ്റ് പെയിൻ കൂടി. നൗ യു വാണ്ട് ടു ഗീവ് മോർഫിൻ, ഇറ്റ് കനോട്ട് ആക്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഒക്യുപൈഡ് ബൈ എ പാർഷ്യൽ അഗണിസ്റ്റ്. അപ്പോൾ വേരിയിങ് പെയിൻസ് ആണെങ്കിൽ ബെറ്റർ അവോയ്ഡ് ബുപ്രനോഫിൻ. ഇനി ഉള്ളത് ഓറൽ മോർഫിൻ. ഹൗ മെനി ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് ഓറൽ മോർഫിൻ? കണ്ടിട്ടുണ്ടോ? പ്രിസ്ക്രിപ്ഷൻ ഞാൻ എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ ഓറൽ മോർഫിൻ പക്ഷേ ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പാലിയം ഇന്ത്യയിൽ നിന്ന് മാത്രമാണ്. മെത്രഡോണും അവൈലബിൾ ആണ് ഇന്ത്യയിൽ, പക്ഷേ അതും ചില സെൻറ്റേഴ്സിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഐ വിൽ ടെൽ യു സംതിങ് അബൌട്ട് മോർഫിൻ അല്ലേ. പപ്പാവർ സോംനിഫറം. ഈ പടം എന്താണെന്ന് അറിയാമോ? അല്ലേ, ഞാൻ നിങ്ങളുടെ ഒരു റിലേറ്റീവിന് മോർഫിൻ എഴുതിയാൽ നിങ്ങൾ ഇന്ന് കാണുവാണ് പാട്ടില്ല. അത് കണ്ട ഉടനെ 5 milligram മോർഫിൻ 4th hourly. അപ്പോൾ വലിയ വേദനയുണ്ടോ?
ഇല്ലല്ലോ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാം അല്ലേ? എന്താ, വാട്ട് ഈസ് യുവർ വെറി അബൌട്ട് മോർഫിൻ? ഒന്ന് അഡിക്ഷൻ അല്ലേ, മിക്കവാറും ഇങ്ങനെ എന്നും അഡിക്റ്റഡായി കിടക്കും, ഇങ്ങനെ കിറുങ്ങി കിടക്കും. പിന്നെ മോർഫിൻ കഴിച്ച് കഴിഞ്ഞാൽ ഒരനക്കം ഇല്ലാതെ ഇങ്ങനെ കിടക്കും. പിന്നെ 3 റെസ്പിറേറ്ററി ഡിപ്രഷൻ. 5 മില്ലിഗ്രാം ടാബ്ലറ്റ് കഴിക്കുന്നു, പിന്നെ നോക്കി നിൽക്കും റെസ്പിറേഷൻ കുറയുന്നുണ്ടോ അല്ലേ. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെറ്റബോളിക് സ്റ്റെപ്പ്. 2 മെറ്റബോളൈറ്റ്സ് ഉണ്ട്, M3G, M6G. ഇത് എങ്ങനെയാണ് എക്സ്ക്രീറ്റഡ് ആവുന്നത്? ഇറ്റ് ഈസ് ത്രൂ കിഡ്നി. ഓക്കെ, സോ സംബഡി വിത്ത് റീനൽ പ്രോബ്ലം, morphine is not contraindicated. NSAIDs are contraindicated. Morphine is not contraindicated. Only adjustment you have to do is reduce the dose or reduce the frequency. പണ്ട് റേഡിയോതെറാപ്പി എന്നൊരു ലേഡി എനിക്ക് കൺസൾട്ട് ചെയ്ത് CS സർവീസ്. പുള്ളിക്കാരിക്ക് ക്രിയാറ്റിനിൻ 11 ആയതുകൊണ്ട് ഹീമോഡയാലിസിസ്. അപ്പോൾ ഡയാലിസിസ് മറ്റേ ഇതിട്ടു, ഫിസ്റ്റുല ഉണ്ടാക്കി, ഫിസ്റ്റുല ഇൻഫെക്റ്റഡായി. ഒന്ന് ആലോചിക്കണം, പേഷ്യൻ്റ് ഈസ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. എന്നെ വിളിച്ചു ചെന്നു, പേഷ്യൻ്റ് മുഖത്ത് നോക്കുന്നേ ഇല്ല, ഭയങ്കര വേദനയാണ്, ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ക്രിയാറ്റിൻ 11. സോ ഐ പുട്ട് ഹെർ ഓൺ 2.5 മില്ലിഗ്രാം BD. അത് മതി. നോർമൽ ഡോസേജ് 4 hourly-ആണ് മോർഫിൻ്റെ. ഇത് BD. നെക്സ്റ്റ് ഡേ ചെന്നു, പേടിച്ചാണ് നമ്മൾ ക്യാൻസർ വാർഡിൽ ചെന്നത്, പേഷ്യൻ്റ് ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടല്ലോ. എനിക്ക് ബെഡിലില്ല, ഞാൻ മരിച്ച് കാണും. അപ്പുറത്ത് ഒരു ലേഡി ഇരുന്ന് ഇഡ്ഡലി കഴിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന അത് ഞാൻ തന്നെ ഡോക്ടറെ. വേദന എങ്ങനെയുണ്ട്? വേദന ആ ഒരു മഞ്ഞ ഗുളിക കഴിച്ചോടെ എൻ്റെ വേദന മാറി. ഏതോ ഒരു ഡോക്ടർ വന്ന് അന്നാണെന്ന് എന്നോട് പറയുക. കാരണം യെസ്റ്റർഡേ ഷി വാസ് നോട്ട് ലുക്കിംഗ് അറ്റ് മീ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ കാര്യം, NSAIDsോ പാരസ്റ്റമോളോ ഇഫക്റ്റീവ് അല്ലാത്തടത്ത് യു ക്യാൻ സേഫ്ലി ഗീവ് മോർഫിൻ. ഓൺലി പ്രോബ്ലം ഈസ് റിഗാർഡിംഗ് ദ ഡോസേജ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി സൈഡ് ഇഫക്ട്സ്, കോൺസ്റ്റിപ്പേഷൻ, നോ ടോളറൻസ് ഡെവലപ്ഡ്. എ പെൻ വിച്ച് റൈറ്റ്സ് മോർഫിൻ ഷുഡ് ഓൾസോ റൈറ്റ് ബിസാക്കോഡിൽ. സ്റ്റിമുലൻ ലക്സേറ്റീവ് എഴുതിയിരിക്കണം. നമ്മുടെ ഇസ്പാഗുള ഹസ്ക് അല്ലേ, ഗ്യാസ്ട്രോക്കർക്ക് വലിയ ഇഷ്ടമാണ്, അതിനൊന്നും റോളില്ല, അത് കൊടുത്ത് കൂടും. ആൾവേസ് റൈറ്റ് സ്റ്റിമുലൻ ലക്സേറ്റീവ്. പിന്നെ നോസിയ വോമിറ്റിംഗ് ഓൺലി ഫോർ 2 to 3 days. അത് കഴിഞ്ഞാൽ മാറും. സോ 2 to 3 days യു ക്യാൻ ഗീവ് മെട്രോക്ലോപ്രമൈഡ്. ഞാൻ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്ന ഒരു 30 minutes മുമ്പ് മെട്രോക്ലോപ്രമൈഡ് കഴിക്കാൻ പറയും. ദെൻ പേഷ്യൻ്റ് ക്യാൻ ഹാവ് മോർഫിൻ. ഡ്രൗസിനെസ് 3-4 ദിവസമേ കാണുകയുള്ളൂ. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് വളരെ അലർട്ടായിരിക്കും. ദീസ് ആർ സം ഒരു ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഡ്രൈനസ് സമൂഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ മതി. പിന്നെ വാട്ട് അബൌട്ട് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്? സ്മോൾ ഫീഡ്സ് ഫ്രീക്വൻ്റ് ആയിട്ട്. 75 milligram മോർഫിൻ എവറി 4 hours. പേഷ്യൻ്റെ കണ്ടീഷൻ എങ്ങനെ ഇരിക്കും ഒന്ന് പറയാമോ? 75 milligram എവറി 4 hours. അലേർട്ടായിരിക്കും? എന്നെപ്പോലെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? കിടപ്പായിരിക്കും അല്ലേ? അല്ല. ഐ ഹാഡ് വൺ പേഷ്യൻറ്റ്, സിയ റെക്ടം, മെറ്റ്സ് ഇൻ ദി സേക്രം, എക്സൈസ് കമ്മീഷണറായിരുന്നു കേട്ടോ, പുള്ളി മരിച്ചുപോയി. ആദ്യം 10 തുടങ്ങി, മാറുന്നില്ല, കൂട്ടി 75 എവറി 4 hours. ഹീ ഹാഡ് ഹിസ് ഓഫീസ്, ഒരു ഓഫീസ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവിടെ പോവും, 9 to 5 അവിടെ ഇരിക്കും, ഇടയ്ക്ക് യാത്ര ചെയ്യും, വിശാഖപട്ടണം ഇവിടെയൊക്കെ പോവും. അവിടെ നിന്ന് വിളിക്കും, ഡോക്ടർ ഇന്ന് ഇച്ചിരി വേദന ഉണ്ട്, എന്ത് വേണം? അഡീഷണൽ ഡോസ് കഴിച്ചോ 75 milligram. സോ ഞാൻ പറയാൻ കാര്യം, മോർഫിൻ വിൽ നെവർ കോസ് സെഡേഷൻ ഓർ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഇഫ് ദാറ്റ് പെയിൻ ഈസ് മോർഫിൻ റെസ്പോൺസീവ്. ഇനി നിങ്ങളെല്ലാം പേടി ഇതാണല്ലേ, റെസ്പിറേറ്ററി ഡിപ്രഷൻ. റിമെമ്പർ, ഓറൽ മോർഫിൻ will never cause respiratory depression or sedation because of this factor. Pain is a physiological antagonist to sedative effects of morphine. ഈ പെയിൻ നിങ്ങൾ എന്തെങ്കിലും കണ്ട് എടുത്തു കളഞ്ഞാൽ സെഡേഷൻ വരും. സോ ലോങ് as pain is there, nothing will happen. ധൈര്യമായിട്ട് കൊടുക്കാവുന്ന സാധനമാണ്. പിന്നെ ടോക്സിറ്റി എന്ന് വെച്ചാൽ വരുന്നത് ഓവർ ഡോസേജ്. ഇപ്പോൾ നമ്മൾ റേസ് ടു ഫീഡിംഗ് ഉള്ള ഒരു പേഷ്യൻറ്റിന് യു ഗോ ഓൺ ഗിവിങ് മോർഫിൻ വിത്തൗട്ട് അസസിങ് ദി CNS സ്റ്റാറ്റസ് ഓർ റിനൽ ഫങ്ഷൻ വരാം. IV മോർഫിൻ വരാം ഈ പ്രോബ്ലംസ്. അല്ലെങ്കിൽ ഇഫ് യു ആർ ഗിവിങ് മോർഫിൻ ഫോർ നോൺ മോർഫിൻ റെസ്പോൺസീവ് പെയിൻ, ടെൻഷൻ ഹെഡേക്കിന് മോർഫിൻ ഇഫക്റ്റീവ് അല്ല, മസിൽ പെയിന് മോർഫിൻ ഇഫക്റ്റീവ് അല്ല. ഇഫ് യു ഗീവ് മോർഫിൻ ഫോർ സച്ച് പെയിൻസ്, ദീസ് പ്രോബ്ലംസ് ക്യാൻ ഹാപ്പൻ. നമ്മൾ റുട്ടീൻലി ചോദിക്കും ഓറൽ മോർഫിൻ കൊടുക്കുന്നവരോട് ഈ സിംറ്റംസ് ഉണ്ടോ എന്ന്. ദീസ് ആർ ദ ഓറൽ പ്രിപ്പറേഷൻസ് ആൻഡ് ഇതാണ് സാമ്പിൾ പ്രിസ്ക്രിപ്ഷൻ. നിങ്ങൾ പലരും കണ്ടു കാണും. 5 milligram മോർഫിൻ Q4H 6 AM 10 AM 2 PM 6 PM. അയ്യോ, ഡബിൾ ഡോസ് കൊടുത്തല്ലോ 10 PM. അതെന്തിനാ ഡബിൾ ഡോസ് അറ്റ് 10 PM? വൈ? അല്ലെങ്കിൽ എന്ത് പറ്റും? പേഷ്യൻ്റ് ഹാസ് ടു ബി വോക്കൺ അപ്പ് അറ്റ് 2 AM അല്ലേ? ഉറങ്ങുന്ന പേഷ്യനെ ഉണർത്തി കൊടുക്കണം. സോ ടു അവോയ്ഡ് ദാറ്റ് വി ഗീവ് ഡബിൾ ഡോസ് അറ്റ് 10 PM. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റെസ്ക്യൂ ഡോസ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഐ റോട്ട് മോർഫിൻ യുവർ പേഷ്യൻ ഫോർ യുവർ പേഷ്യൻ. നിങ്ങൾ വൈകുന്നേരം പേഷ്യൻ്റ് പെയിനാണ്. പേഷ്യൻ്റ് ഹാഡ് 6 PM ഡോസ്, 7 മണിയായി,
പെയിൻ മാറുന്നില്ല, യു ഹാവ് ടു വെയിറ്റ് ഫോർ 1 hour. യു ക്യാൻ ആസ്ക് ദ പേഷ്യൻറ്റ് ടു ഹാവ് 5 milligram. ഓക്കെ, വെയിറ്റ് ഫോർ 1 more hour. 8 മണിയായി, പെയിൻ റിലീഫ് ഇല്ല. യു ക്യാൻ ഹാവ് ദി പേഷ്യൻറ്റ് ടു ഹാവ് 5 milligram on dose more. പേഷ്യൻ്റെ പെയിൻ മാറി. സോ പേഷ്യൻ്റ് ഹാഡ് 2 rescue doses അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും 10 മണിക്കുള്ള ഡോസ് എന്ത് ചെയ്യണം? റിമെമ്പർ, യു ഹാവ് ടു കണ്ടിന്യൂ ദി 10 PM ഡോസ്. നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ മോർഫിൻ പ്ലാസ്മ ലെവൽ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇഫ് ഐ ഗെറ്റ് എ ഹിസ്റ്ററി ഫ്രം യു, ഓക്കെ, ഇന്നലെ പേഷ്യൻറ്റിന് 4 rescue ഡോസ് വന്നാൽ ഐ ക്യാൻ തിങ്ക് ഓഫ് ഇൻക്രീസിങ് ദി ഡോസ് ഓഫ് മോർഫിൻ, റൈറ്റ്? ബിസാക്കോഡിൽ മെട്രോപ്രോപ്പമൈഡ് 3 days മതി. പിന്നെ ഹാലോപെരിഡോൾ എന്താ യൂസ്? ഹാലോപെരിഡോളും വോമിറ്റിംഗ് തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. വോമിറ്റിങ്ങിൻ്റെ ഒരു കാരണം എന്താണ്? ഡോപ്പമിൻ ടു റിസപ്റ്റർ സ്റ്റിമുലേഷൻ ആണ് അല്ലേ. യുവർ യൂറിമിക് പേഷ്യൻറ്റ്, യുവർ ഹെപ്പാറ്റിക് ഫെയിലിയർ പേഷ്യൻറ്റ് വൊമിറ്റ്സ് ബിക്കോസ് ഓഫ് ഡോപ്പമിൻ ടു സ്റ്റിമുലേഷൻ. യുവർ പേഷ്യൻ്റ് ആണ് ഓപ്പിയോയിഡ് വൊമിറ്റ്സ് ബിക്കോസ് ഓഫ് ഡോപ്പമിൻ സ്റ്റിമുലേഷൻ. ഹാലോപെരിഡോൾ ഇസ് ദ മോസ്റ്റ് പൊട്ടൻറ്റ് ഡോപ്പമിൻ ടു ആൻറ്റഗോണിസ്റ്റ്. അപ്പോൾ മെട്രോപ്രോപ്പമൈഡ് കൊണ്ട് മാറിയില്ലെങ്കിൽ വി യൂസ് ടു ഗീവ് 1 or 2 tablets. എന്നിട്ട് പറയും നിങ്ങൾ വീട്ടിൽ ചെന്ന് എന്നെ ഫോൺ വിളിക്കണം, ഛർദി മാറിയില്ലെങ്കിൽ ഇതും കൂടെ കഴിച്ചോളാൻ പറയും. വളരെ സേഫ് ഡ്രഗാണ്. ഓറൽ ആണ് വി പ്രിഫർ. റെക്ടൽ ഓൾസോ വി ക്യാൻ ഗീവ്. പ്രിപ്പറേഷൻ ഒന്നുമില്ല, നമ്മൾ ഈ ടാബ്ലറ്റ് പൊടിച്ച് രക്തത്തിൽ വെച്ച് കൊടുക്കും. ഇഫ് ദ പേഷ്യൻ്റ് ഇസ് നോട്ട് ഏബിൾ ടു ടേക്ക് ഇറ്റ് ഓറലി. ഇൻട്രാവീനസ് കൊടുക്കാം, ഹാഫ് ദി ഡോസ് കൊടുത്താൽ മതി. സബ്ക്യൂ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സബ്ക്യൂ ഇൻസുലിൻ സബ്ക്യൂ അല്ലേ കൊടുക്കുന്നത്? അതുപോലെ നമ്മുടെ പാലിയേറ്റീവ് കെയറിലെ പല ഡ്രഗ്സും സബ്ക്യൂ കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? അഡിക്ഷൻ ഒരു ഭയങ്കര ഇഷ്യൂ ആണ്? ഇല്ല. കറക്റ്റ്ലി സെലക്റ്റഡ് പേഷ്യൻറ്റിന് വിത്ത് പ്രോപ്പർ മോണിറ്ററിങ് അഡിക്ഷൻ ഈസ് നോട്ട് ആൻ ഇഷ്യൂ. അപ്പോൾ ഒരു സംശയം, ഒരു കഞ്ചാവ് അഡിക്റ്റ് നിങ്ങളുടെ അവിടെ വന്ന് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പേഷ്യൻസിന്. മോഫിൻ കൊടുക്കാമോ? കഞ്ചാവാണ് ആൾ, നോൺ കഞ്ചാവാണ്, അവിടുത്തെ സ്ഥലത്തെ ഒരു അഡിക്റ്റാണ്. പേഷ്യൻ്റ് പാവം, ക്യാൻസർ വന്നു, പെയിൻ വന്നു, മോഫിൻ്റെ മാറും. യു ക്യാൻ ഗീവ്. ഒൺലി തിങ് ഈസ് നമ്മൾ മോണിറ്റർ ചെയ്യണം. നമ്മൾ സാധാരണ ടാബ്ലറ്റ്സിൻ്റെ എണ്ണം എടുക്കും പേഷ്യൻ്റ് റിവ്യൂവിന് വരുമ്പോൾ. പിന്നെയുള്ള ഇഷ്യൂ നോൺ ക്യാൻസർ പെയിൻ കൊടുക്കാമോ? യെസ്, ഒരുപാട് POVD പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം വന്നത് അമേരിക്കയിൽ ഇഷ്യൂ വന്നു. അവിടെ എനി ഡോക്ടർ ക്യാൻ റൈറ്റ് മോഫിൻ, MBBS വരെ അവിടുത്തെ MD മതി. പക്ഷെ പ്രോബ്ലം ഈ അഡിക്ട്സ് എല്ലാം കൂടെ ചെന്ന് പെയിൻ ക്ലിനിക്കിൻ്റെ അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി ടു ഗെറ്റ് മോഫിൻ. സോ മെനി ഡെത്ത്സ് ഹാവ് റിപ്പോർട്ടഡ്. നിങ്ങൾ 2015 CPR ഗൈഡ് ലൈൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുള്ളൊരു കാര്യം, ആൾവേസ് കീപ് 1 ampoule ഓഫ് നലോക്സോൺ ബിക്കോസ് കാർഡിയാക് അറസ്റ്റ് ഡ്യൂ ടു ഓപ്പിയോയിഡ് വാസ് സോ കോമൺ ഇൻ അമേരിക്ക. അതുകൊണ്ട് ഒരു ഗൈഡ് ലൈൻ വന്നത് നോൺ ക്യാൻസർ പെയിൻ ഉപയോഗിക്കാം, ഓൺലി തിങ് ഈസ് ഓൺസ് പെയിൻ ഈസ് കൺട്രോൾ യു ഹാവ് ടു ഗോ ബാക്ക് ടു വീക്ക് ഓപ്പിയോയിഡ്. പക്ഷേ ഇന്ത്യയിൽ ആ പ്രോബ്ലം ഇല്ല. ഇന്ത്യയിൽ മോഫിൻ കിട്ടാനേ ഇല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് മോഫിൻ ടാബ്ലറ്റ്. പിന്നെയുള്ള ഫിസിക്കൽ ഡിപ്പെൻഡൻസ്, ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ POVD പേഷ്യൻ്റെ പെയിൻ മാറി, എന്നെ കാണിക്കാൻ പറ്റിയില്ല, യു വാണ്ട് ടു വീൻ ഓഫ്, നെവർ സ്റ്റോപ്പ് മോർഫിൻ അബ്രപ്റ്റ്ലി. ഒരു ക്ലാസിക്കൽ ഒരു സ്ഥലം ഞാൻ കണ്ടത് ബേൺസ് ICUവിലാണ്. മോർഫിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ബേൺസ് ഹീലാവുന്നു, പെയിൻ കുറയുന്നു. സോ യു ഹാവ് ടു ടേപ്പർ Q4H, Q6H, Q8H, BD ആൻഡ് സ്റ്റോപ്പ്. അല്ലെങ്കിൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ്, ഇറ്റ് ഈസ് ഫോർ എനി ഡ്രഗ്. ഇനി ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ന്യൂറോപ്പതിക് പെയിൻ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രഗ് ഏതാണ്? ഡോക്ടറുടെ ഏതാണ് ഫേവറേറ്റ് ഡ്രഗ് ന്യൂറോപ്പതിക് പെയിന്? ഗാബാപെൻറ്റിൻ അല്ലേ? അതോ പ്രീഗാബാളിനോ? ഗാബാപെൻറ്റിൻ. അമിട്രിപ്റ്റിലിൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ? ആക്ച്വലി ഇപ്പോഴത്തെ റിസർച്ച് ഹാവ് ഷോൺ ദാറ്റ് എപ്പോഴും നമ്മൾ TC ആണ് നല്ലത്, ട്രൈസൈക്ലിക് ആൻറ്റി അമിട്രിപ്റ്റിലിൻ. ഗാബാപെൻറ്റിനെ കുറിച്ചൊക്കെ കുറച്ച് കോൺട്രവേഴ്സി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആർട്ടിക്കിൾ നോക്കിയാൽ മതി. ഫ്രോഡിലൻ റിസർച്ച് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നല്ല വിലയുള്ള മരുന്നല്ലേ. ഗാബാപെൻ്റെ ഡോസ് എത്രയാണെന്ന് അറിയോ? ഐഡിയൽ ഡോസ് 900 to 3000 ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറും വേണം, 4 പേരും വേണം. നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? 100 mg OD BD TID. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ ഗാബാപെൻറ്റിൻ 50 mg HS എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, HS ചോദിച്ചത് എന്താ ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അയ്യോ അറിഞ്ഞൂടെ സാറേ, അത് വേറെ ആരും എഴുതി ഞാൻ കണ്ടു. ഞാൻ വെട്ടിയേക്കാൻ പറഞ്ഞു 50 mg HS. അപ്പം ഏറ്റവും നല്ലത് അമിട്രിപ്റ്റിലിൻ തന്നെയാണ്. എന്തൊക്കെയാണ് സൈഡ് ഇഫക്ട്സ്? അത് പറയണം പേഷ്യനോട്. ഒന്ന് ഡ്രൈനസ്, വെള്ളം കുടിക്കണം. വേറെ ഒന്ന് ഇച്ചിരി ഉറക്കം വരും. സോ പേഷ്യൻ ക്യാൻ ഹാവ് ഇറ്റ് അറ്റ് 8 PM. പിന്നെ എന്താണ്, പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു സിംറ്റം വരാം. അപ്പോൾ അതിന് വെൽട്ടാമോ എല്ലാം തുടങ്ങിയാൽ മതി. പിന്നെ റിമെമ്പർ, സ്റ്റാർട്ട് സ്ലോ ഗോ സ്ലോ, ഇതാണ് അതിൻ്റെ ഡിക്റ്റം. അമിട്രിപ്റ്റിലിൻ സ്റ്റാർട്ട് വിത്ത് 10 mg. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 25 mg അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം 12.5 സ്റ്റാർട്ട് ചെയ്യുക. ഒരു 3 to 4 days നോക്കുക. നൗ യു ക്യാൻ ഇൻക്രീസ് ബൈ 50%. മാക്സിമം ഡോസ് 100 വരെ പറയുന്നുണ്ട്. യു ഗോട്ട് പെയിൻ റിലീഫ്, നോ കം ഡൗൺ. ഇങ്ങനെയാണ് അമിട്രിപ്റ്റിലിൻ.
ഇനി പെയിൻ ഒരു കോൺസ്റ്റൻറ്റ് പെയിൻ ആണെങ്കിൽ അമീറ്ററിൻ കൊള്ളാം. പക്ഷേ പേഷ്യൻ്റ് പറയുന്നത് ഷോക്ക് ലൈക്ക് പെയിൻ. അപ്പോൾ ഷോക്ക് ലൈക്ക് പെയിൻ ആകുമ്പോൾ എന്തോ കൊടുക്കാം? ആൻറ്റി കൺവൾസൻ്റ് കൊടുക്കാം. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. കണ്ടില്ലേ, AED, ഡിപ്പെൻഡിങ് ഓൺ ദി ക്യാരക്ടർ. ഓക്കെ, പെയിൻ മാറിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? യു ക്യാൻ ഗിവ് എ കോമ്പിനേഷൻ. പിന്നെ അവിടെ സ്റ്റിറോയിഡ്സും എല്ലാം വരുന്നുണ്ട്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു റൈറ്റ് ഡൗൺ ദി ഡ്രഗ്സ്. ഇനി ഇതും കൂടെ പറയാം. പെയിൻ ഇൻ PID അല്ലേ, നിങ്ങളുടെ എല്ലാം വലിയ പ്രശ്നമല്ലേ PID, പെരിഫറൽ ആർട്ടറി ഡിസീസ്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ആസ് എ പെയിൻ ഫിസിഷ്യൻ, ബിഫോർ പ്രിസ്ക്രൈബിങ് ദി പെയിൻ മെഡിക്കേഷൻ, ദീസ് ആർ ദ തിങ്സ് ഐ ഷുഡ് ചെക്ക്. പക്ഷേ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്, കിഡ്സ് സ്മോക്കിംഗ് ഉണ്ട്, ഹെൽത്തി ഡയറ്റ് ഉണ്ട്, എക്സസൈസ്. പക്ഷേ ഞാനിവിടെ കണ്ടിട്ടുള്ളത്, എക്സസൈസ് നമ്മൾ ചെയ്യാൻ പറയാറുണ്ടോ നമ്മുടെ POD പേഷ്യൻറ്റിനോട്? നമ്മുടെ ആർട്ടിക്കിളൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ് എന്താണ് മോണിറ്റേഡ് എക്സസൈസ്. അത് പലപ്പോഴും നമ്മുടെ പേഷ്യൻറ്റ് ചെയ്യാറില്ല. പിന്നെ സ്കെയർ, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് കൺട്രോൾ ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ പെയിൻ റിലീഫ് ആൻഡ് യുവർ ഡ്രഗ്സ് ലൈക്ക് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, സിലോസ്റ്റാസോൾ, ഇതെല്ലാം വേണം. പിന്നെ വേറെവർ പോസിബിൾ തിങ്ക് അബൌട്ട് കൺസർവേഷൻ ഓഫ് ലിംബ്, ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻറ്റിങ്, ഇതെല്ലാം ആലോചിക്കണം. കാരണം പെയിൻ റിലീഫ് നമ്മൾ കൊടുത്തുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഐ വിൽ ഗോ ഫോർ പ്രിസ്ക്രിപ്ഷൻ ലൈക്ക് ദിസ്, പാരസ്റ്റമോൾ. എവിടെ ആക്ട് ചെയ്യുന്നത്? COX 3 അല്ലേ? ഡു യു എഗ്രി വിത്ത് ദിസ്? ഇബുപ്രോഫൻ കൊടുക്കാമോ POD? ഇൻഫ്ലമേറ്ററി കമ്പൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലേ? ഇപ്പം നിങ്ങളൊരു ഇത് ചെയ്തു, ഒരു ആംബുട്ടേഷനോ അല്ലെങ്കിൽ മറ്റേ എന്തോ ഈ ടൗസൊക്കെ മാറ്റുന്ന അത് ചെയ്തു, ഒരു ഇൻഫ്ലമേറ്ററി കമ്പൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ അഗെയിൻ നോക്കണം, ക്രിയാറ്റിനും അതെല്ലാം നോക്കണം, പേഷ്യൻ്റ് പറയണം, വെള്ളം കുടിക്കണം. അതൊന്നും ഇല്ല എങ്കിൽ ബെറ്റർ അവോയ്ഡ് ഇബുപ്രോഫൻ. പിന്നെ എന്താണ്? ട്രമഡോൾ. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 50 mg Q6H. കഴിഞ്ഞു. അത് ദിസ് ലാസ്റ്റ് അത് കഴിഞ്ഞ് ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ് ടു 100 mg. എന്നിട്ട് പെയിൻ മാറിയെങ്കിൽ മോർഫിൻ, അമീട്രിപ്റ്റിൻ കൊടുക്കണം. കാരണം ദർ വിൽ ബി ന്യൂറോപ്പതിക് പെയിൻ. ഇത്രയും നമ്മൾ അനാൽജസിക്സായി, ബാക്കി ഇതെല്ലാം അഡ്വാൻസുമായി. അപ്പോൾ ദിസ് എ സിമ്പിൾ പ്രിസ്ക്രിപ്ഷൻ. ഇത് ഫോളോ ചെയ്താൽ മതി. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഇപ്പോൾ എനിക്ക് ബേൺ സൈസിൽ നിന്ന് കോൾ ഇല്ല. ഐ ഡോണ്ട് ഗെറ്റ് കോൾ ഫ്രം ബേൺ സൈസ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്നും കോളുണ്ട്, ഒരു 4-5 പേഷ്യൻസ് കാണും. ഐ ഗോ ദെയർ. ആക്ച്വലി പാലിമെൻ്ററി ഡോക്ടർ ഒന്ന് ക്ലാസ് എടുത്തു. പിന്നെ ഞാൻ അവിടുത്തെ ഗുണമെന്ന് വെച്ചാൽ PGs മാറുന്നില്ലല്ലോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് 2 weeks ഐ ഡോണ്ട് ഗെറ്റ് എനി കോൾസ് ഫ്രം ബേൺ സൈസ്. ഇന്നലെ ഞാൻ ചെന്ന് നോക്കി, എന്താ സിസ്റ്ററെ വിളിക്കാത്ത? ഒരു പേഷ്യൻറ്റിന് പെയിൻ ഇല്ല. കാരണം once the patient is admitted, they give all these drugs in the optimal dosage. അതുകൊണ്ട് മിക്കവാറും ട്രമഡോളിൽ തന്നെ എല്ലാവരുടെയും പെയിൻ മാറുന്നുണ്ട്. ആൻഡ് ദേ ലേൺ ഹൗ ടു വീൻ ഓഫ് ഫ്രം ട്രമഡോൾ ഓൾസോ. അപ്പോൾ എനിവേ, താങ്ക് യു. ജയനോട് പ്രത്യേകിച്ച് താങ്ക്സ് ഉണ്ട് ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ ദിസ് ഹോൾ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.